ബ്രസീലിന്റെ പുതിയ 10ാം നമ്പർ അണിഞ്ഞ താരമാണ് വിനീഷ്യസ് ജൂനിയർ. അപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ ഒരു 10ാം നമ്പർ വെച്ചിട്ട് വിനീഷ്യസ് ജൂനിയർ എന്താണ് കാട്ടിയത് എന്ന് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ വിനീഷ്യസിന് 25 വയസ്സാണല്ലോ പ്രായം. അപ്പോൾ ഈ ഒരു 25ാം വയസ്സിൽ വിനീഷ്യസ് ജൂനിയറും നെയ്മർ ജൂനിയറും ബ്രസീലിയൻ ടീമിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നെയ്മർ ജൂനിയറുടെ കാര്യം എടുക്കാം. നെയ്മർ ഈ ഒരു ടൈം ആയപ്പോൾ ഏകദേശം 75 മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 51 ഗോളുകളും 27 അസിസ്റ്റുകളും പുള്ളിക്കാരൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിനീഷ്യസിന്റെ കാര്യം എടുത്താൽ വിനീഷ്യസ് 46 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 8 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ്. അതായത് ഗോളിലും അസിസ്റ്റിലും ഒരു 2 അക്കം കടക്കാൻ പോലും വിനീഷ്യസിന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. നെയ്മർ 75 മത്സരങ്ങളിൽ നിന്ന് ഏകദേശം 75 മുകളിൽ ആൾക്ക് 78 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. വിനീഷ്യസിന്റെ 46 മത്സരങ്ങളിൽ ഏകദേശം 15 ഗോൾ കോൺട്രിബ്യൂഷൻ മാത്രമാണ് ബ്രസീലിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ബ്രസീലിൽ നെയ്മർ ഇല്ലെങ്കിൽ ആര് നയിക്കുന്നു ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഉത്തരമാണ് വിനീഷ്യസ് ജൂനിയർ, റാഫീന, റോഡ്രിഗോ. ഇതിൽ ഈ പ്ലേയേഴ്സ് ഒക്കെ ക്ലബ്ബ് ലെവലിൽ അടിപൊളിയായിരിക്കും. പക്ഷെ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ബ്രസീലിനെ ലീഡ് ചെയ്യാൻ അവിടെ നെയ്മർ തന്നെ വേണം. അതായത് ആ മഞ്ഞക്കുപ്പായ ഇടുമ്പോൾ ഇവന്മാർക്കൊന്നും സത്യം പറഞ്ഞ ഒരു ഡെഡിക്കേഷൻ ഇല്ലാത്ത കളിന്റെ മാതിരി തോന്നുന്നത്. അതായത് നെയ്മർ കളിക്കുന്ന കളിന്റെ പകുതി എടുക്കുക, അല്ലെങ്കിൽ ഇവന്മാര് ക്ലബ്ബിൽ കളിക്കുന്ന കളിന്റെ പകുതി എടുക്കാൻ നാഷൻസിന് വേണ്ടി ഇവന്മാര് കളിക്കലില്ല. അത് കളിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതുവരെ അങ്ങനെ നമ്മളൊരു മാച്ച് കാര്യങ്ങളൊന്നും വെറുതെ കണ്ടിട്ടില്ല. ഏതായാലും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബ്രസീലിൽ നെയ്മറിന്റെ തട്ട് താണു തന്നെ ഇരിക്കുന്നത്. അത് വേറെ ഒരുത്തനും അവിടെ വന്ന് ഇമ്മാതി റെക്കോർഡൊന്നും അടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.